കൈലാസം എനിക്ക് നേരത്തെ കൈലാസനും അറിയാം. വളരെ ഇഷ്ടമായിരുന്നു എന്റെ പാട്ടുകൾ. കവേഴ്സ് കേൾക്കാറുണ്ട്. അതിൽ നിലാമലരയുടെ ഒരു കവർ ഞാൻ ചെയ്തത് കൈലാസം ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയും കൂടി ആയിരിക്കും കൈലാസ് വിളിച്ചു. ഞാൻ ചോദിച്ചിട്ടില്ല കൈലാസിനോട്. ആ കൈലാസ് എന്നെ നേരിട്ട് വിളിക്കുകയുണ്ടായിരുന്നു. ആ പാട്ടും ഇതേപോലെ പാടി കഴിഞ്ഞപ്പോൾ സിബി സാറ് വന്ന് അപ്പം ഞാൻ എൻ്റെ വാക്ക് വലിച്ചു സാറ് വന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു രസമുള്ള പാട്ടായിരുന്നു. ഹരി എഴുതി. അതെ അതെ, ഹരിനാരായണന്റെ കൈലാസമായിട്ടുള്ള അവരുടെ കോംബോയിൽ നിങ്ങൾക്ക് ചേരാൻ പറ്റി. അപ്പുറത്ത് ഹരിശങ്കർ പാടിക്കൊണ്ടിരുന്ന ഒരു സ്പേസിൽ നിങ്ങൾക്ക് ഇപ്പുറത്ത് വന്ന് ഇവിടെ ചേർന്നപ്പോൾ അടിപൊളിയായിട്ട് വന്നു. തീർച്ചയായിട്ടും അത് പാടൂ. തേൻ തുള്ളി പോലെ നീ പൊഴിയും വാക്കിലോ ഞാൻ കണ്ടു ലോകം കണ്ണിറയെ കൗതുകം മുകൾ ചിത്രമായി നീ എൻ മനസ്സിൻ വാതിലിൽ ചുരുൾ നീർത്തി നിന്നു പിന്നെങ്ങോ മാഞ്ഞുപോയി ദിനമോരോ കിനാവാകെ തേടി നിൻമുഖം രാമുല്ലമെല്ലെ വാർനിലവിൻ കാതിലായി ഓതും സ്വകാര്യം വെൺപകലിൻ പൂക്കളായി. അങ്ങനെ റിപ്പീറ്റ് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഇത് കേൾക്കും. അത് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് പിടികിട്ടും. അപ്പോൾ ഇവിടെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല, ഒരു വരികളെല്ലാം സവിജിക്ക് അറിയാമല്ലോ. ആ പാട്ടിന്റെയും പെട്ടെന്ന് ഇങ്ങനെ വരി തപ്പുന്നൊരവസ്ഥ വന്ന ഉടനെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വരികളിലൂടെ സഞ്ചരിക്കും. ലിറിക്സ് ആണ് എനിക്ക് ആദ്യം ക്യാച്ച് ചെയ്യുക. അപ്പം അതിന്ന് ഏട്ടൻ ഇങ്ങനെ ട്യൂൺ പിടിക്കുമ്പോൾ ഞാൻ ലിറിക്ക് ഫില്ല് ചെയ്യും. അങ്ങനെയാ പോവുക. എന്ത് സംശയം വന്നാലും ഇപ്പുറത്ത് ചോദിച്ചാൽ മതിയല്ലേ. ലവ് സ്റ്റോറി കുട്ടികൾക്ക് അറിയാവോ? നിങ്ങളുടെ ലവ് സ്റ്റോറി ശരിക്കും കുറച്ചൊക്കെ അറിയായിരിക്കും. കാരണം ഞങ്ങൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരുന്നൊക്കെ പറയുമല്ലോ. അത് അവരിടയ്ക്കൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. പിന്നെ ആരെങ്കിലൊക്കെ സുഹൃത്തുക്കൾ വരുമ്പോഴും നമ്മളിങ്ങനെ അവരിങ്ങനെ ഒന്ന് ഇളക്കി വിടുമ്പോൾ വീണ്ടും ഇത് പറയുമല്ലോ. അപ്പോഴൊക്കെ അതെല്ലാം അവർ കേൾക്കുന്നുണ്ടാവും. നമ്മൾ ചോദിച്ചിട്ടില്ലേ. എത്ര വയസ്സാണായത്? മൂത്താള് 9th രണ്ടാമത്തെ ആള് 2nd സ്റ്റാൻഡേർഡ്. അപ്പം ഈ രണ്ടുപേരും തമ്മിലും കഥ പറയുന്നുണ്ടാവും. ഉണ്ട്. അവരുടേതായ ഒരു കഥയുണ്ട്. അതെന്തായിരുന്നു? ഇതിപ്പം ആദ്യം മൂത്ത ആളിങ്ങനെ അറിഞ്ഞു വന്ന സമയത്ത് അവൻ ഒരു ദിവസം പെട്ടെന്ന് എന്നോട് ചോദിച്ചു, അമ്മ ബ്രാഹ്മിനാണല്ലേ? അപ്പൊ ചെറിയ ആള് ചാടിയിട്ട് അമ്മ മീനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ മീനായിരുന്നു. ഓ, അപ്പോ ദുബായില് അമ്മ മീനായിരുന്നു. അപ്പൊ മൂത്ത ആള് വേഗം പറഞ്ഞു, അമ്മ ദുബായില് അച്ഛൻ ബുർജ് ഖലീഫയിൽ പാടുകയായിരുന്നു. അപ്പൊ അമ്മ അവിടുത്തെ സ്വിമ്മിംഗ് പൂളിലെ മീനായിരുന്നു അമ്മ. അപ്പൊ പാട്ട് കേട്ടപ്പോ അമ്മ ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ ഇതാരാ പാടുന്നേ, ഓ ഇയാളൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഇയാളൊന്ന് കല്യാണം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അങ്ങനെ അമ്മ വിചാരിച്ച് അമ്മ അങ്ങ് ചാടിയപ്പോ അമ്മ അങ്ങ് മനുഷ്യ സ്ത്രീയായി. അങ്ങനെ അച്ചപ്പനെ കാണുന്നു. അച്ചപ്പൻ എന്നാണ് വിളിക്കാറ് അവരെ. മൂത്ത ആള് ചെറുതായിരുന്നപ്പോ അവനെ ഇങ്ങനെ മുത്തേ പൊന്നെ എന്നൊക്കെ ഇങ്ങനെ ഇതായിട്ട് വിളിക്കുമല്ലോ. കൊഞ്ചിച്ച് അവൻ അങ്ങനെ വിളിച്ചു തുടങ്ങിയതാ. അച്ഛ എന്നുള്ളത് അച്ചപ്പ അങ്ങനെ വിളിച്ചു തുടങ്ങിയതാണ്. അപ്പൊ രണ്ടുപേരും അച്ചപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അമ്മ അച്ചപ്പനെ കല്യാണം കഴിച്ചത്. ഞാൻ പറഞ്ഞു അതെ, അതാണ് മീൻ ആയത്. അപ്പൊ ഈ കഥയാണ് ഇപ്പൊ പറഞ്ഞത്. ഈ കഥയാണ് ഇപ്പൊ എല്ലാവരോടും അവന്മാര് പറഞ്ഞോണ്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ ഇൻ ഷോർട്ട് അത് തന്നെയാണ്. ഈ ചിത്ര ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്ന കഥ ഇതാണ്. ഇത് തന്നെയാണ്. ഓ, ഇത് അടിപൊളി കഥയാണ്. ഞാനും അത് ആലോചിച്ചു. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാവോ? ഇത് വ്യാഖ്യാനങ്ങൾ പറഞ്ഞുതരാം. ഇവര് വരിയാണ് കേൾക്കണെന്ന് പറയുമ്പോൾ നമ്മൾ കഥ കേൾക്കുമ്പോൾ ഇതിന്റെ വ്യാഖ്യാനങ്ങൾ നോക്കുള്ളൂ. മീനിൽ നിന്ന് ഇതിലേക്ക് ചാടി എന്ന് വെച്ചാൽ ഒരു പരിണാമത്തിന്റെ ഒരു അവസ്ഥയാണ്. ശരിക്കും സയൻസ് ആണ് പറഞ്ഞത്. ശരിക്കും നമ്മുടെ മധുചേട്ടൻ കേട്ട പറയാം, ഇതൊക്കെ ഡിസ്നിക്ക് കൊടുക്കണം ഈ കഥ. ശരിക്കും ആ ഒരു ഇമാജിനേഷനിലാണ്. അല്ല, ഇമാജിനേഷൻ അതിനകത്ത് നല്ല ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് പാടുന്നത്, നോക്കിയത്രേ. അതാണ് അതിന്റെ ഏറ്റവും പഞ്ച് സാധനം. അങ്ങനെ ചാടി ശരിയാണ്, ലോജിക്കലി ശരിയാണ്. ചാടുമ്പോൾ കുറച്ചുകൂടെ ചാടാനുള്ളൊരു ആവേശം. ആളിനെ കണ്ടപ്പോൾ പൂർണ്ണമായിട്ടൊക്കെ ചാടി. അപ്പൊ ചാടുമ്പോ അവിടെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ മനുഷ്യനായല്ലേ പറ്റുള്ളൂ. മീനിന് പുറത്ത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അയ്യോ, വേറെ ലെവൽ കേട്ടോ. ഇത് ഇതിന്റെ പ്രോഡക്ട്സ് ആണ്. അയ്യോ, അത് കൊള്ളാം കേട്ടോ. ബ്രേക്ക് വരുമ്പോ പാട്ട് പാടണമെന്നാണ്. വൈഫിന് ഇഷ്ടപ്പെടുന്ന വേറൊരു പാട്ട് പാടാം. ഇല്ല, ഇപ്പൊ സ്വന്തമായിട്ട് പാടിയത് തന്നെ വേണമെന്നില്ല. റഫി സാറിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ പാട്ട് പാടിയില്ല. या आफताब हो
जो भी हो तुम खुदा की कसम लाजवाब हो, 14वीं का चांद हो. ആ മനോഹരമായ രാത്രികളല്ലേ മനസ്സിലുണ്ടായിരുന്നത്? തീർച്ചയായിട്ടും. പ്രേമിക്കുമ്പോൾ ഈ പാട്ട് പാടി തന്നത് കണ്ടാ, അതോർത്തം. അല്ലേ അല്ലേ, ശരിയല്ലേ? ശരിയാണ്. മറ്റേ ഹസ്കിനെസ് വോയിസിന്റെ നറേഷൻ ആദ്യം, അത് കഴിഞ്ഞിട്ട് ഈ പാട്ട്, അങ്ങനെ രാത്രികൾ ഇങ്ങനെ ഓരോ രാത്രികളായിട്ട് കൗൺസിൽ ചെയ്ത് വളച്ചെടുത്തു. കുറേ പാട്ടുകൾ സൗജ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ, കാരണം സൗജ ജനിച്ചു വളർന്നതൊക്കെ ചെന്നൈയിലാണ്. അപ്പൊ തമിഴ് കുറേ അങ്ങനത്തെ പാട്ടുകളൊക്കെ സൗജ എനിക്കിങ്ങനെ അതിന്റെ മീനിങ് പറഞ്ഞു തരും. അപ്പൊ അങ്ങനെയാണ് കുറച്ചുകൂടി ഞാൻ മീനിങ്ങിലേക്ക് ഇങ്ങനെ അങ്ങനെ പാട്ട് കേൾക്കാൻ തുടങ്ങിയത്. ചിലപ്പോ പാടുന്ന കേൾക്കുമ്പോ ഞാൻ അല്ല ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ പാടുന്നത്. തമിഴൊക്കെ കേൾക്കുമ്പോഴേ മലയാളം പിന്നെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. അപ്പൊ തമിഴൊക്കെ ഹിന്ദിയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറയും ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ? അപ്പം പറയും അല്ല ഇതിങ്ങനെയല്ല, നമ്മൾ ഫീൽ കറക്റ്റാണ്, പക്ഷെ അതിന്റെ മീനിങ് അറിയുമ്പം നമുക്കൊന്നുകൂടി ഓ ഇത് ഇങ്ങനെ ആയിരുന്നു അല്ലേ, അപ്പൊ അത് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് പാടും. അപ്പൊ അങ്ങനെ കുറച്ച് അതേപോലെ ഡിക്ഷനും കുറെ തമിഴ് നന്നായി സംസാരിക്കുന്നത് കൊണ്ടും ഡിക്ഷനും കുറേ കറക്റ്റ് ചെയ്ത് തരുമായിരുന്നു. അടിപിടിയാവോ അവസാനം, ഒന്നും പറ്റില്ല അതൊക്കെ പറയാ. അങ്ങനത്തെ അവസ്ഥയിൽ വരെ നമ്മളിങ്ങനെ അത്രയും കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു. അതേപോലെ ഹിന്ദി കേട്ടോ, ഹിന്ദിയും സൗജ ഡിക്ഷൻ ഒരുപാട് കറക്റ്റ് ചെയ്ത് തരാറുണ്ട്. അതിപ്പോൾ പലപ്പോഴും എനിക്കൊരു എന്താ പറയുക ഒരു ഗുണമായി വന്നിട്ടുണ്ട്. കാരണം പുറത്തിപ്പോൾ ഹിന്ദോറിലൊക്കെ എനിക്ക് പാടുമ്പം അവർക്ക് അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഓഡിയൻസിന് നമ്മളൊരു മലയാളിയാണ് പാടുന്നതെന്നല്ലാത്ത രീതിയിലൊരു ഹിന്ദി നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അവരത് അംഗീകരിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഹിന്ദി ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ അംഗീകരിക്കാനായിട്ട്. ദാസാറിനെ പോലും അവർ എന്താ പറയുക അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ പാടാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഈ പ്രൊനൗൺസിയേഷൻ കാരണം നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഇപ്പോൾ ബിരിയാണി കഴിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഏലക്ക കടിക്കുമ്പോഴേ ഏലക്ക അതിന് ആവശ്യമാണ് ബിരിയാണിക്ക്, പക്ഷെ അതല്ലാതെ കടിക്കുമ്പോൾ നമുക്ക് ആ ഒരു അത്രയും നേരം കഴിച്ച ബിരിയാണിയുടെ ആ ഒരു എൻജോയ്മെന്റ് പോകും. അതേപോലെയാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ ഡിക്ഷൻ കറക്റ്റ് അല്ലെങ്കിൽ വരുന്ന ആ ഒരു എനിക്ക് തോന്നിയിട്ടുള്ള എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ പറഞ്ഞ ഉദാഹരണത്തിലാണ് ഞാൻ കുടുങ്ങിയത്. ഇതിനെ ഇങ്ങനെ തന്നെ കൊണ്ടു കിടക്കണം കേട്ടോ. PR, മെൻഡർ, വൈഫ്, മാനേജർ, വേറെ ലെവൽ കേട്ടോ. ഇത് ഡാൻസ് ഒന്നും പോണ്ട, ഡാൻസ് ഒന്നും വിടണ്ട. നിങ്ങളുടെ പാട്ടിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ കൊണ്ട് നടന്നാൽ മതി, നിങ്ങൾ വേറെ ലെവലിലെത്തും. ഞാൻ ഇത് ബുദ്ധിജീവിയാണ് കേട്ടോ. ഇപ്പൊ ഡാൻസ് എന്ന് പറഞ്ഞപ്പോഴും ഡാൻസ് പഠിപ്പിക്കാൻ പോവാറുണ്ട് ഞാൻ. അതായത് കോളേജിലായിരുന്നപ്പോൾ തന്നെ നമ്മൾ സ്കൂളിൽ കലോത്സവങ്ങളിലൊക്കെ കൊറിയോഗ്രാഫി ചെയ്യാൻ പോവാറുണ്ട്. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ പിള്ളേരുടെ ലെവലിൽ ഇറങ്ങിയിട്ട് വേണം നമ്മൾ സ്റ്റെപ്സ് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ അതേപോലെ മോൻ സ്കൂളിലായപ്പം അമ്മമാരുടെ കൂടെ കുറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മമാർക്കും അതെ അമ്മമാർക്ക് ഇപ്പോൾ പിള്ളേരെ പോലെ ഡാൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അവർക്ക് ഭംഗിയായിട്ടുള്ള രീതിയിൽ കളിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം അത് കൊറിയോഗ്രാഫ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ആ ഒരു ഫുൾഫിൽമെൻറ്റിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതേപോലെ ഞങ്ങൾ വേറൊരു ഗ്രൂപ്പിന് വേണ്ടി ചെയ്ത സമയത്ത് ഞങ്ങളെല്ലാവരും കുറച്ച് 30s 40s ആ റേഞ്ചിലുള്ള ആൾക്കാരാണ്. അപ്പം അതിൽ ഒരാൾ മാത്രം 20s ഒരു കുട്ടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ശിവൻ്റെ ഡമരു പിടിക്കാനായിട്ട്, അപ്പോൾ അവർക്ക് എന്ത് ചെയ്തിട്ടത് പിടുത്തം കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഡമരു ഇങ്ങനെ ശിവൻ്റെ ഡമരു എടുക്കാൻ, അപ്പം ഞാൻ പറഞ്ഞു എടി നമ്മൾ യോ ചെയ്യില്ലേ, യോ യോ, അപ്പോൾ വേഗം അവൾക്ക് കിട്ടി. അങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വേഗം മനസ്സിലാവാൻ വേണ്ടി കറക്റ്റായിട്ട് കൊണ്ടുവന്ന് ഏലക്ക കൊണ്ടുവന്ന് കടിപ്പിച്ചു. അപ്പം പിടികിട്ടി, സംഭവം പിടികിട്ടി. എന്തൊക്കെ ടെക്നിക്കാണല്ലേ. നമ്മളെപ്പോഴും ട്യൂണിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതാണ് ഭയങ്കര ഹാർഷായിട്ടാ പറയാ. കാരണം അങ്ങനെ പറഞ്ഞാലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ പറയാ അതെന്താ അങ്ങനെ അവിടെ എന്താ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ അതുവരെ പാടി വന്നാൽ മുഴുവൻ പോയി, അതൊന്നും കേട്ടില്ലേ എനിക്ക്.